വിശ്വസിക്കുക, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ശേഷം എന്നെ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ ബാക്കി പറയുന്നത്. അവർക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. ഹാജറ റളിയല്ലാഹു തആല അൻഹ നല്ല വസ്ത്രം ധരിപ്പിച്ച് മകനെ അറക്കാൻ കൊണ്ടുപോകാന്ന് അറിഞ്ഞിട്ടും പിശാച് വന്നിട്ട് ഹാജറയെ ശല്യപ്പെടുത്തിയിട്ടും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഹാജറ ബീബി മകനെയും പിതാവിനെയും പറഞ്ഞയക്കുകയാണ്. 90 വയസ്സ് പ്രായം. ഒരു കയ്യിൽ കുത്തിപ്പിടിക്കുന്ന വടിയുണ്ട് ഇബ്രാഹിമിന്റെ, അതേ കയ്യിൽ തന്നെ ഒരു കയറുമുണ്ട്. മറു കയ്യിൽ ഇസ്മായിലിന്റെ കൈയുണ്ട്, അറുക്കാനുള്ള കത്തിയുമുണ്ട്. അങ്ങനെയാണ് മക്കയിൽ നിന്ന് ഈ കാണുന്ന മിനയിലേക്ക് പിതാമഹൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങുന്നത്. നമ്മൾ കണ്ട സ്തൂപം നമ്മൾ കണ്ട ജംറയുടെ പരിസരത്തിൽ പിശാച് വന്നിട്ട് രണ്ടുപേരെയും ശല്യം ചെയ്യുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരെ തടുക്കാൻ നിനക്ക് സാധ്യമല്ലായ പിശാച് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി എറിഞ്ഞോടിച്ചത്. ആ ഏറാണ് ഈ ത്യാഗം സഹിച്ചുകൊണ്ട് 5 ദിവസം നമ്മൾ ചെയ്യുന്നത്, മിനയിൽ കടന്നുറങ്ങുന്നത്. അങ്ങനെ കൈ പിടിച്ചു വന്നു. നമ്മൾ കണ്ട അതേ പ്രദേശത്ത് കൊണ്ടുവന്ന് കടത്തുകയാണ്. അപ്പൊ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം 3 നിർദ്ദേശം പിതാവിന് കൊടുക്കുകയാണ്. അറക്കാൻ പോകുന്ന പിതാവിന് അറക്കപ്പെടുന്ന മകന്റെ നിർദ്ദേശം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പിതാവിനോട് പറയാണ്, എന്റെ ഉമ്മക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് എന്റെ ഉമ്മ ധരിപ്പിച്ചു തന്ന ഈ പുതിയ വസ്ത്രം അഴുക്കാകാതെ എന്റെ ഉമ്മയെ ഏൽപ്പിക്കണം, എന്റെ ഉമ്മാനോട് എന്റെ സലാം പറയണം. 3ാമതായി പറഞ്ഞു, എന്റെ കൈയും കാലും അവിടെ കിട്ടാവുന്ന വള്ളികൾ ഉപയോഗിച്ച് കെട്ടിയിടണം. കാരണം നിങ്ങളെക്കാൾ കുറച്ച് ആരോഗ്യമുള്ള ആളാണ് ഞാൻ. നിങ്ങളുടെ കർമ്മം നിർവഹിക്കപ്പെടുമ്പോ ഞാനൊരു പക്ഷെ കൊതരിച്ചാടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ട് വേണം ചെയ്യാന്. 4ാമതായിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിതാവായ ഇബ്രാഹിമിനോട് പറയാണ്, എന്റെ തല കമഴ്ത്തി കിടത്തണം, മുഖം മണ്ണിലേക്കാക്കണം. കാരണം എന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു പക്ഷേ എന്നെ അറുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മുഖത്ത് നോക്കാതെ മുഖം കമഴ്ത്തി കിടത്തിയിട്ട് വേണം നിങ്ങൾ അറുക്കാൻ. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ ഫതല്ലഹു ലിൽ ജബീൻ അയ്യാ അന്നാദയാഹു യാ ഇബ്രാഹിം, അപ്പം ഞാൻ വിളിച്ചു, യോ ഇബ്രാഹിം, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം തീർച്ചയായിട്ടും നൽകുക തന്നെ ചെയ്യും. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ്. പാപ്പ പിതാവ് മകൻ അറക്കുക എന്നുള്ളത് പരീക്ഷണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് പ്രത്യേകം അള്ള എടുത്തു പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ സമൂഹം പ്രവാചകന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാന്റെ അടുത്ത ആളുകൾക്കും വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയും. അതുകൊണ്ട് ഇത് ഇബ്രാഹിം നബിക്ക് അറിയാമായിരുന്നു, ഇങ്ങനെ അറക്കേണ്ടൊന്നും വരൂല. അപ്പൊ ഒരു ഉരുവിനെ ഇറക്കിയിട്ട് അതായിരിക്കും അറക്കാന്ന്. പക്ഷെ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു നാടകമേ ആകുമായിരുന്നുള്ളൂ. ഇതൊരു പരീക്ഷണമാകുന്നത് എപ്പോഴാണ്? ആ പരീക്ഷണം ഇബ്രാഹിം നബി കൃത്യമായിട്ട് സമർപ്പിച്ചപ്പോഴാണ്. എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇബ്രാഹിം നബിക്കോ അതുമല്ലെങ്കിൽ ഇസ്മായിൽ നബിക്കോ ഇല്ല. അറവ് തുടങ്ങിയതിന്റെ ശേഷമാണ് അള്ളാഹു വിളിക്കുന്നത്, നാദൈനായ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ. ഇതൊരു പരീക്ഷണമാണ്. നമ്മുടെ മഹല്ല് സെക്രട്ടറി ഒരു ഉൽഹിയത്തിന്റെ ഷെയർ കൂടണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഇബ്രാഹിം നബി മകനെ അറുത്തതിന്റെ പകരമായിട്ട് അള്ളാഹുവിനെ സമർപ്പിക്കുന്ന നമ്മൾ ഒരു ഷെയർ 6000 റുപ്യ 8000 റുപ്യ കൂടാൻ നമ്മൾ ആലോചിക്കുകയാണ്. ഇപ്പൊ സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റാ. ആ ടൈറ്റുള്ള നമ്മൾ തന്നെ പെരുന്നാളിന്റെ അന്ന് മകൾക്ക് ചുരിദാർ എടുത്ത് 5000-ത്തിനാണ്, മകന്റെ ഷൂ വാങ്ങിയത് 3000-ത്തിനാണ്. എല്ലാത്തിനും നമ്മൾ ചെലവാക്കും. പക്ഷേ ആ ഉൽഹിയത്തിനൊരു ഷെയർ കൂടാൻ അല്ലെങ്കിൽ ഒരു കണ്ണിനെ അറക്കാൻ പറയുമ്പോഴോ അപ്പൊ നമ്മൾ ഒരുപാട് പിറകിലാകും. ഇവിടെയാണ് ഈ മിനയും അതുപോലെ ഇബ്രാഹിം ഈ ചരിത്രമൊക്കെ അയവിറക്കി പോകുമ്പോ ഈ പ്രാവശ്യം അൽഹംദുലില്ലാ നമ്മളൊക്കെ ഹദിയ കൊടുത്തവരാണ്, അതിന്റെ കാശ് അടച്ചവരാണ്. ഇനി വരുന്ന ഈ വളരെ കുറഞ്ഞ കൊല്ലം ഇനി നമുക്കൊക്കെ ജീവിതം ഉണ്ടാവുള്ളൂ. എല്ലാ കൊല്ലവും വരുമ്പോഴും ഈ ചരിത്രം അയവിറക്കി ഉൽഹിയത്തിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെയും, അല്ലെങ്കിൽ ഒരു ഷെയറും ഞാൻ കൂടും. അതിന് അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ചരിത്രങ്ങളൊക്കെ അയവിറക്കി പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.